ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് ആരായിരിക്കും വരിക? ഇത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷമാണ് ഇത് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും അടുത്ത ജനുവരിയിൽ, അടുത്ത വർഷം ആദ്യം തന്നെ പുതിയ ദേശീയ അധ്യക്ഷനെ ബി.ജെ.പി പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. വിവിധ സംസ്ഥാന ഘടകങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരു ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരായിരിക്കും ഫ്രണ്ട് റണ്ണർ? അതാണിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പുതിയൊരു സാഹചര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനാണ് ഫ്രണ്ട് റണ്ണർ എന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരു വർക്ക് ബീഹാറിൽ ശരിക്കും കാണാൻ സാധിച്ചിരുന്നു. കാരണം ബീഹാറിൻ്റെ ചുമതല ഇലക്ഷൻ ഇൻചാർജ് ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ് ബി.ജെ.പിയുടെ നിർണായക വിജയത്തിന് പിന്നിൽ. പ്രത്യേകിച്ച് വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ 89 സീറ്റാണ് ബി.ജെ.പി നേടിയത്. ഒരു മണ്ഡൽ പൊളിറ്റിക്സിൻ്റെ ആ ഒരു ആരവങ്ങൾ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് ബി.ജെ.പിക്ക് വളരാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല. ഭരണം നിലനിർത്തി എന്നത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ആ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് റബൽ ഇഷ്യൂസൊക്കെ കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് അവരെ അനുനയിപ്പിച്ച്, അതുകൂടാതെ തന്നെ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സൊക്കെ വളരെ സുഗമമാക്കാൻ ധർമ്മേന്ദ്ര പ്രധാന് സാധിച്ചിരുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മികച്ച ഓർഗനൈസറാണ് ധർമ്മേന്ദ്ര പ്രധാൻ. പ്രത്യേകിച്ച് മൈക്രോ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ വിദഗ്ധനാണ്. അതാണ് ഏറ്റവും വലിയ ഒരു അനുകൂല ഘടകം അദ്ദേഹത്തിനുള്ളത്. അതുകൂടാതെ തന്നെ സഖ്യകക്ഷികളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. നിതീഷ് കുമാറുമായിട്ട് വളരെ ക്ലോസ് ആണ്. അപ്പം ബി.ജെ.പിക്ക് പുതിയൊരു സാഹചര്യത്തിൽ കേന്ദ്രത്തിലൊക്കെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ പോലെ ഒരാൾ ദേശീയ അധ്യക്ഷനാവുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ RSSൻ്റെ ഒരു നിർദ്ദേശം ഒരു മികച്ച ഒരു ലീഡറെ, അതായത് ഒരു റബ്ബർ സ്റ്റാമ്പ് എന്നുള്ള രീതിയിലല്ല, ഒരു മികച്ച രീതിയിൽ ഓർഗനൈസേഷണൽ സ്കില്ലുള്ള നല്ല സ്ട്രോങ് ആയൊരു ലീഡർ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നാണ് RSSൻ്റെ നിർദ്ദേശം. ആ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണപരിചയമുണ്ട്. ABPയിലൂടെ വളർന്നു വന്ന് ബി.ജെ.പിയിലെത്തി. അതുകൂടാതെ നരേന്ദ്രമോദി സർക്കാരിൽ പെട്രോളിയം മന്ത്രിയായിരുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയാണ് ധർമ്മേന്ദ്ര പ്രധാൻ വഹിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഉജ്ജ്വല യോജനയുടെ ഉപജ്ഞാതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ഓൾറൗണ്ടറായ ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന് പാർട്ടി തലത്തിൽ അസാമാന്യ മികവുണ്ട്. മികച്ചൊരു ഓർഗനൈസറാണ്. മൈക്രോ മാനേജ്മെന്റ്, ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വൈദഗ്ധ്യമുള്ള ഒരു ലീഡറാണ്. അതിലുപരിയായിട്ട് ഭരണ മികവുമുള്ള ഒരു ലീഡറാണ്. കാരണം പെട്രോളിയം മന്ത്രി എന്നുള്ള നിലയിലും അതിനുശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിലും മികച്ച പ്രവർത്തന പാരമ്പര്യവും ട്രാക്ക് റെക്കോർഡും പുലർത്തുന്ന ഒരു നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇതെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായുള്ള ഘടകങ്ങളാണ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായും അമിത്ഷായുമായും വളരെ അടുപ്പം സൂക്ഷിക്കുന്ന, അവരുടെ ഒരു വിശ്വസ്തൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലീഡർ കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. പിന്നെ OBC ലീഡറാണെന്നുള്ളതാണ് മറ്റൊരു അനുകൂല ഘടകം. കാരണം കിഴക്ക് നിന്നുള്ള, ഇന്ത്യയിലെ ഒരു കിഴക്കൻ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു OBC ലീഡർ എന്നുള്ള രീതിയിൽ ബി.ജെ.പിയുടെ ഒരു പ്രധാന വോട്ട് ബാങ്ക് കൂടിയാണ് OBC വിഭാഗക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു അഡ്വാൻറ്റേജ് ആയ സംഭവം തന്നെയാണ്. ബി.ജെ.പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേൾക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് കേശവ് പ്രസാദ് മൗര്യയുടേതാണ്. പുതിയ സാഹചര്യത്തിൽ മൗര്യയ്ക്കും വളരെ മികച്ച സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൻ്റെ ഇലക്ഷൻ്റെ കോ ഇൻചാർജ് കേശവ് പ്രസാദ് മൗര്യയായിരുന്നു. പ്രത്യേകിച്ച് OBC വിഭാഗങ്ങളെ NDAയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്കാണ് കേശവ് പ്രസാദ് മൗര്യ വഹിച്ചത്. കേശവ് പ്രസാദ് മൗര്യ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും തലയെടുപ്പുള്ള OBC ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാൻ അദ്ദേഹത്തെ സാധിക്കും. ആ രീതിയിൽ അനുഭവപരിചയമുള്ള ഒരു ലീഡറാണ്. ഓർഗനൈസേഷണൽ സ്കില്ല്, മാൻ ഓഫ് കാഡേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. അതുമാത്രമല്ല RSSലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിച്ചത്. RSSലെ സ്ഥാനങ്ങളൊക്കെ വഹിച്ചതിന് ശേഷമാണ് ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ RSSുമായി വളരെ മികച്ച അടുപ്പമുള്ള ഒരു ലീഡർ കൂടിയാണ് കേശവ് പ്രസാദ് മൗര്യ. കേശവ് പ്രസാദ് മൗര്യയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. അതേസമയം തന്നെ നരേന്ദ്രമോദിയായിട്ടും അതുകൂടാതെ അമിത്ഷായുമായിട്ടും മികച്ച രീതിയിലുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉള്ള ലീഡർ കൂടിയാണ് കേശവ് പ്രസാദ് മൗര്യ. അപ്പോൾ കേശവ് പ്രസാദ് മൗര്യയുടെ ആ ഒരു സമയത്ത്, അതായത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണ് ഉത്തർപ്രദേശിൽ ബി.ജെ.പി ചരിത്ര വിജയം നേടി വീണ്ടും അധികാരത്തിൽ വന്നത് 2017. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്കില്ലുള്ള നല്ലൊരു ലീഡറാണ് കേശവ് പ്രസാദ് മൗര്യ. ഒരു OBC ഫിഗറാണ്. അപ്പം ഇത് അദ്ദേഹത്തിനും അനുകൂലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്നെ ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന രണ്ട് പേരുകൾ, ഒന്ന് ശിവരാജ് സിംഗ് ചൗഹാന്റേതും മറ്റൊന്ന് ഭൂപേന്ദ്ര യാദവിൻ്റേതുമാണ്. രണ്ടുപേരും കേന്ദ്രമന്ത്രിമാരാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി വകുപ്പും ഭൂപേന്ദ്ര യാദവ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും ചുമതലയാണ് വഹിക്കുന്നത്. ഇതിൽ ശിവരാജ് സിംഗ് ചൗഹാൻ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ കൃഷി വകുപ്പിൽ നിർണായക പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം. കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും BJPയെ സംബന്ധിച്ചാണെങ്കിലും ഏറെ നിർണായകമായ ഒരു വകുപ്പാണ്. അപ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരുപാട് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വകുപ്പിൽ. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത കുറവാണ്. നേരത്തെ വളരെ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിരുന്നു, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇപ്പോൾ പക്ഷേ ആ സാഹചര്യം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ പോലെ തന്നെ മികച്ച ഓർഗനൈസേഷണൽ സ്കില്ലുള്ള ഒരു ലീഡറാണ് ഭൂപേന്ദ്ര യാദവ്. മഹാരാഷ്ട്രയിലെ BJPയുടെ തിളക്കമാർന്ന വിജയത്തിന് പിന്നിലെ ചാലകശക്തി ഭൂപേന്ദ്ര യാദവ് ആയിരുന്നു. ഭൂപേന്ദ്ര യാദവിനായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ ഇൻചാർജ് ചുമതല. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. ഒരു OBC ലീഡറാണ്. ഇവർ രണ്ടുപേരും OBC ലീഡേഴ്സാണ്, ശിവരാജ് സിംഗ് ചൗഹാൻ ആണെങ്കിലും ഭൂപേന്ദ്ര യാദവ് ആണെങ്കിലും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പക്ഷേ ഒരു ഫ്രണ്ട് റണ്ണർ എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ്. പക്ഷേ RSSൻ്റെ ഒരു ഇടപെടൽ ചിലപ്പോൾ കേശവ് പ്രസാദ് മൗര്യയ്ക്ക് അനുകൂലമാകാനും സാധ്യതയുണ്ട്. കാരണം RSSൻ്റെ ഒരു വിശ്വസ്തനായ ലീഡർ എന്നാണ് കേശവ് പ്രസാദ് മൗര്യ അറിയപ്പെടുന്നത്. പിന്നെ BJP ആണ് പൊളിറ്റിക്കൽ പാർട്ടി. നമുക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല, പ്രവചനങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കാൻഡിഡേറ്റ് BJPയുടെ ദേശീയ അധ്യക്ഷനായി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല.